ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു കമൻറ്റ് കുറച്ച് മാസങ്ങൾ മുന്നേ സ്നേഹ എന്ന് പറയുന്ന ഒരു ഐ ഡി വന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ അതൊക്കെ കേസ് കംപ്ലൈൻ്റൊക്കെ കൊടുത്തതൊക്കെ ഓക്കെ ആക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഇത് കുത്തിപ്പൊക്കി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ആരോപണം എനിക്കുണ്ടായപ്പോൾ ഒരു ചാനലുള്ള ഒരാളെന്ന നിലയ്ക്ക് ഇതിൻ്റെ വ്യക്തമായ എക്സ്പ്ലനേഷൻ തിരിച്ചു കൊടുത്തിട്ടുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ നമ്മുടെ കണ്ടൻ്റ് ആയതുകൊണ്ട് വ്യക്തമായിട്ട് ഞാനത് പറയുകയാണ്. അതിൻ്റെ ഒരാവശ്യമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് ചേട്ടൻ്റെ അമ്മ. ഞാനിവിടെ വന്ന നാൾ മുതൽ അച്ഛൻ, അമ്മ, ഞാൻ, ചേട്ടൻ, ഇത്രയും പേരാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞായി, പിന്നെ അച്ഛന് വയ്യാതായി, അച്ഛൻ മരിച്ചു. പിന്നെ ഞങ്ങൾ അമ്മയും ചേട്ടനും ഞാനും മോളുമായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ഫിറ്റ്സ് ഉണ്ടാവുകയും അമ്മയ്ക്ക് ഫിറ്റ്സ് ഉണ്ടാവുകയും ഓർമ്മക്കുറവ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓർമ്മക്കുറവെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അറിയാം, ചില കാര്യങ്ങൾ അങ്ങ് മറന്നുപോയി. എന്തെന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്, ആളുകളെല്ലാം ഓർമ്മയുണ്ട്, പുതിയതായി ഇപ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഓർമ്മയില്ല. അങ്ങനെ ഇരിക്കുകയാണ് വീഴുകയും തുടയെല്ല് പൊട്ടി ഓപ്പറേഷൻ ചെയ്യുകയൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഓപ്പറേഷൻ ചെയ്തതുപോലും ഓർമ്മയില്ലാതെ എഴുന്നേറ്റ് റോഡിൽ ഓടാൻ ശ്രമിക്കുകയും കുടുംബ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയോ അങ്ങനെയുള്ള ചില ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. ഞാൻ നോക്കുകയാണെങ്കിൽ കട്ടിലിൻ്റെ മുകളിൽ വരെ കയറി നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർമ്മക്കുറവ് പ്രശ്നമുള്ളത് കൊണ്ട് കട്ടിലിൻ്റെ മുകളിൽ വരെ കയറി നിന്നിട്ടുണ്ട്. ഞാൻ റോഡിൽ വിടാത്തത് കൊണ്ട്, കുടുംബ വീട്ടിൽ പോകാനായിട്ട് റോഡിൽ വിടാത്തത് കൊണ്ട് അങ്ങനെ വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ ഓർമ്മക്കുറവ് കൊണ്ട്. അല്ലാതെ നമ്മൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. അങ്ങനെ വന്നപ്പോൾ പല ദിവസങ്ങളിലും ഇങ്ങനെ ഓടാനായിട്ട് നിൽക്കുന്ന സമയത്ത് വാതിലടച്ചിടേണ്ടയും അവിടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വാതിലടച്ചിടേണ്ടയും ഗേറ്റ് പൂട്ടിയിടേണ്ടയും ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ധിക്കരിക്കും, അനുസരിക്കില്ല. അതങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മയില്ലാത്ത സമയത്ത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ മക്കൾ പറഞ്ഞാൽ അനുസരിക്കും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിരുന്നു അമ്മയ്ക്ക്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എവിടെയും കൊണ്ട് തള്ളിയിട്ടില്ല. നീ പറഞ്ഞ പോലെ ഇവളെ ആരാണ് കുത്തിയിളക്കി വിട്ടതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ്. അപ്പോഴേ ഞാൻ എൻ്റെ അമ്മായിയമ്മേനെ ഒന്നും ചെയ്തിട്ടില്ല, എങ്ങും കൊണ്ട് തള്ളിയിട്ടുമില്ല, കൊന്നിട്ടുമില്ല. ആവശ്യത്തിനൊക്കെ ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത്, ഞാൻ തന്നെ നോക്കുന്നത്. മനസ്സിലായില്ലേ? കട്ടക്കയിലായിരുന്ന സമയത്ത് കൂടി പല കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഞാൻ തള്ളിയതാണോ കൊന്നതാണോ എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അത് ആ അമ്മ പ്രസവിച്ച മകൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ ഒഴുകി കിട്ടിയ ആരുടെ അടുത്തും കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ടില്ല, വൃദ്ധസദനത്തിലും കൊണ്ടാക്കിയിട്ടില്ല. മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ അധികാരപ്പെട്ടടുത്ത് തന്നെ നിൽക്കുന്നത്. ഓക്കെ, നീ ആണാണോ പെണ്ണാണോ എന്നൊന്നും നമുക്കറിയില്ല. ആരാണെങ്കിലും അത് നിൻ്റെ കൾച്ചറാണ്. നീ എന്നോട് വന്ന് ഇവിടെ പറഞ്ഞത് കേട്ടോ, കൊന്നൊന്നും തള്ളിയെന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ. വേണ്ട, അവിടെ അവകാശപ്പെട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ സമയവും സാഹചര്യവും നോക്കി ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും പോയി കാണുന്നും എടുക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയെ. അപ്പോൾ അമ്മയുടെ വില എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നിന്നെടുത്തോളം കാലം ഞാൻ നല്ല പൊന്നു പോലെ നോക്കിയിട്ടേ ഉള്ളൂ. സുഖം ഉള്ളപ്പോൾ മാത്രം ഒരാളെ കൂടെ പിടിക്കുന്ന നിന്നെ പോലുള്ളവരൊക്കെ അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ആവശ്യത്തിന് ഇനിയും ഒരു കുഴപ്പമില്ല. ഇവിടെ കൊണ്ടുവന്നാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് തന്നെ ആക്കിയിരിക്കണമെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് അങ്ങ് നീ കാട് കയറി ചിന്തിക്കാൻ വേണ്ട, തലകീഴായി മറിയുകയും വേണ്ട. മനസ്സിലായോ? ഇനി അടുത്തത് ആടിപ്പാടലിൻ്റെ കാര്യം ഞാൻ വ്യക്തമാക്കി തരാം. ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതെൻ്റെ ജോലിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സൈഡ് എനിക്ക് വേറെ പരിപാടികളുണ്ട്. അപ്പോൾ ഇത് സൈഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് വയ്യാതായെന്ന് പറഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകത്തില്ല, ആയ കാലം മൊത്തം വീട്ടിലിരിക്കുമോ? ഇല്ലല്ലോ. വയലോട്ട് വല്ലതും പോകണമെങ്കിലേ വിശക്കുമ്പോൾ പൈസ കൊടുത്താലേ സാധനം കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ കുറച്ച് വേദവും പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാലേ സാധനം കിട്ടത്തില്ല. പൈസ എണ്ണി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ആടിപ്പാടും. അത് കഴിയുമ്പോൾ അതവിടെ അപ്ലോഡാകും, അതവിടെ ഓടിക്കോളും. ഞാൻ അതിൻ്റെ കൂടെ ഓടേണ്ട കാര്യമൊന്നുമില്ല. അതവിടെ ചാനലിൽ കിടന്ന് ഓടിക്കോളും കേട്ടോ. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ട് ആരും ആടിപ്പാടലിൻ്റെ കാര്യം ഓർത്ത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരുത്തരും ജോലിക്ക് പോകരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം. ഒന്നിനും പങ്കെടുക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കണം, മറ്റേ ഈ പറയണവരും കൂടി. അല്ലെങ്കിൽ നിനക്ക് അത്രയ്ക്ക് കടിയാണെന്നുണ്ടെങ്കിൽ ആടിപ്പാടുന്നില്ല, കുറച്ച് ഡോളർ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടതാണ്. അപ്പോൾ ഞാൻ മിണ്ടാതിരിക്കാം. അല്ലാതെ എൻ്റെ ലൈവിൽ വന്ന് ഇതുപോലെ കുരച്ചിട്ട് കാര്യമില്ല. ഓക്കെ.